സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും തിരിച്ചറിയുന്ന താരങ്ങൾ തന്നെയാണ് രത്നമ്മയും തുളസീധരനും. സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ ജോഡികളായ ഇരുവരും അച്ചാമാസിലൂടെ പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു. വെറൈറ്റി റീലുകളുമായി എത്തിയ ഇരുവരും വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുകയും അവരുടെ സ്വീകരണ മുറികളിലേക്കെന്നും എത്താനും തുടങ്ങി. ഇന്നിപ്പോൾ അതിലൊരാൾ അന്തരിച്ചു എന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് വളരെ വേദനയായി മാറുന്നുണ്ട്. തുളസീധരൻ വളരെയധികം ഒറ്റയ്ക്കാണ് ഇനിയുള്ള ജീവിതമെന്ന് മനസ്സിലാക്കുന്ന ജീവിതത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 69 വയസ്സുകാരി രത്നമ്മ തുളസീധരനെ വിട്ടെന്നേക്കുമായി യാത്രയായി എന്നത് എല്ലാവരെയും വിഷമിപ്പിക്കുന്നു. പുനലൂർ കലയനാട് രാജീവ് ഭവനിൽ തുളസീധരന്റെ ഭാര്യയാണ് രത്നമ്മ. ഇരുവരും ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്ന വീഡിയോകൾ വൈറലാവുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് അന്ത്യം സംഭവിക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും പര്യായമായിരുന്ന ഈ ദമ്പതികളുടെ വീഡിയോ പ്രായഭേദമന്യേ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പുനലൂർ കലയനാട് രാജീവ് ഭവനിൽ താമസിക്കുന്ന ഈ ദമ്പതികളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ക്യാമറയിൽ പകർത്തി ലോകത്തെ അറിയിച്ചത് അവരുടെ പേരക്കുട്ടികളായ അമൽരാജും അഖിൽരാജുമായിരുന്നു. ഇവരായിരുന്നു അച്ചാമാസ് എന്ന പ്രൊഫൈൽ കൈകാര്യം ചെയ്തിരുന്നത്. 8 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ ദമ്പതികൾക്ക്. അതിലൊരാളാണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് പേർക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതായിരുന്നു ഇവരുടെ റീലുകൾ. പ്രായത്തെ വെല്ലുന്ന ഊർജ്ജമായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത്. കെട്ടിപ്പിടിച്ചുള്ള റൊമാൻറ്റിക് റീലുകളും പരസ്പരം സൗഹൃദം പങ്കിടുന്ന റീലുകളുമെല്ലാം വൈറലായിരുന്നു. പ്രായത്തെ വെല്ലുന്ന ഊർജ്ജത്തോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുനിന്ന രത്നമ്മയുടെ വിയോഗം ഏവരെയും കണ്ണീരിലഴുത്തി. രത്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 11:30 സ്വന്തം വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. ഉച്ചയോടെ ആ വീട് നിറഞ്ഞൊഴുകുകയായിരുന്നു. കണ്ണീർ പുഴയായി മാറി. അവിടെ ഒരു ടാർപോളിയൻ മുറ്റത്ത് വിരിച്ച് രത്നമ്മയെ കിടത്തിയത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കണ്ണീരണിഞ്ഞു. കണ്ടു നിന്നവർ ഒന്നും തന്നെ കരയാതെ പോയില്ല. പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വാർദ്ധക്യത്തിന്റെ വിരസതകളെ പാട്ട് കളിയുമായി ആഘോഷമാക്കി മാറ്റിയ രത്നമ്മയുടെ ഭർത്താവ് തുളസീധരന്റെയും രസകരമായ വീഡിയോകൾക്ക് സൈബർ ലോകത്ത് വലിയൊരു ആരാധക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു. പല മേക്ക് ഓവറുകളെത്തി പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള വീഡിയോസാണ് ഇവർ ചെയ്തിരുന്നത്. കുറച്ച് നാളുകളായി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇവർ റീലിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഈ മാർച്ചിലാണ് ഈ അവസാന വീഡിയോ ചെയ്യുന്നത്. അതിനിടയിൽ തുളസീധരന് സ്ട്രോക്ക് സംഭവിക്കുകയും 1 വർഷം മുൻപേ ചെയ്ത ആൻജിയോപ്ലാസ്റ്റിലൂടെ ആരോഗ്യ കാരണങ്ങളാൽ രത്നമ്മയ്ക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് കൊച്ചുമകൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ രത്നമ്മയുടെ ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും നൊമ്പരമാണ്. അവസാന യാത്രയിലെ ചില വിഷ്വൽസുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ അതെല്ലാവർക്കും വേദനയായി മാറുന്നു. ആ മുറ്റത്ത് കളിയും ചിരിയുമായി നിന്നവരാണ്. ഇപ്പോൾ ഒരു ടാർപോളിൻ്റെ അടിയിൽ മഴ നനയാതെ എല്ലാവരും കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രത്നമ്മയെ. ചടങ്ങുകളെല്ലാം തുടങ്ങിയപ്പോൾ തന്നെ തുളസീധരന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഇത്രയും നാളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അവരുടെ സ്നേഹം മാത്രമായിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ രത്നമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് കൊച്ചുമകൻ വെളിപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ വീഡിയോകൾ തന്നെ കാണാനില്ലായിരുന്നു. അതും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും